അധ്യാത്മരാമായണം അയോധ്യകാന്ഡ ലക്ഷ്മണ ഗുഹ സംവാദം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലെ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി കുവൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൾ ദുഷ്ടരനെ കണ്ടീരയോ സഹേ, വർണ്ണകൽപ്പേ ഭുവി ദാരുമൂലെ കിടന്നർണോജ നേത്രനുറങ്ങുമാറായതു സ്വർണകൽപ്പേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമന്യക പല്ലവാവല്യംബ സീതനീവനാന്തരെ ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണബോധയാൽ വന്നിതു കൈകേയി മന്ദരാചിത്തമാസ്തയായി കൈകേയി തൻ അന്ധമാക പാപമാചരിച്ചാളല്ലോ ശ്രുത്വാകുപോക്തികളിത്തമാകന്ന സൗമിത്രയും സത്വരമുത്തരം ചൊല്ലിനാൾ. ഭദ്രമതേ ശൃണു മധുജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം, കസ്യ ദുഃഖസ്യ ഗോ ഭേദോ ജഗത്രയേ, കസ്യ സുഖസ്യ വാ കോപി ഹേതുസേ, പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖ ദുഃഖ കാരണം, ദുഃഖസുഖങ്ങൾ ദാനം ചെയ്യുവതിനാരും ഒഴുക്കാം വിനോർത്തു കണ്ടാരില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധികൃത തോന്നുന്ന ജ്ഞാനബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ഹേതുമേ, ഞാനതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസകാരിൽ വൃഥാഭിമാനേന കേൾലോകം നിജ കർമ്മസൂത്രബന്ധം സഹേ ഭോഗങ്ങളും നിജ കർമാനുസാരികൾ നേത്രാരുദാസീന ബാന്ധവ രേഷമധ്യസ്ഥാ സൂർജന ഭേദബുദ്ധ്യാക്രമം ചിത്രപത്രേ നിരൂപിച്ച സ്വകർമ്മങ്ങൾ അത്ര വിഭാവിനേത്ര യഥാകഥ ദുഃഖം സുഖം നിജ കർമ്മവശാകലമൊക്കെയോ തത്ര കാലാന്തരേ തത്തത്തിൽ കുരിച്ചതി സ്വസ്ഥനായി വാഴണം. ലോകത്തിനെ കൊണ്ടു ഭമിക്കുകയും വേണ്ട, ലോകം വിധികൃതം വർജിക്കുകയും വേണ്ട. ദത്തമോത്തോളം വിഷാദ ഹർഷാദികൾ ദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധി വിഹിതം സഹേ, സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കലിത്രയോ മല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായി വരും. രണ്ടോ അന്യോന്യ സംയുക്തമായേവനുകൊണ്ടോ ജലഭംഗമെന്ന പോലെ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം പ്രതി ശോകകർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോൾ ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും ദുഷ്ടാത്മനാമരുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭവാനാൻ ഇഷ്ടം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നു നേരം. മിത്രനുദിച്ചതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തു തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ചോണങ്ങിനാൻ. സ്വാമിന്യം ദ്രോണിക സമാരുഹീയത സൗമിത്രണാജനകാത്മജയാ സമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവവീരാമ പ്രാണവല്ലഭ. ശൃംഗി വേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗളദേവതയാകിയ സീതയെ കൈയും പിടിച്ചു കരേറ്റി ഗുഹനുടെ കൈയും പിടിച്ചു താനും കരേറിയിടിന. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും മായതാമായൊരു തോണി കരേറിന.
അതിവർഗത്തോടു കൂടെ കുഹൻ പരപാതരവോടു വഹിച്ചിതു തോണി മംഗലാവാങ്ങിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിന ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി കൈപവതി നമസ്തേ നമോ മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാലിങ്ങു വന്ന ബലിപൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്നിരിക്കവേ സത്വരം പാരപുലംഗമിച്ചിടിനാൽ തോണിയിൽ നിന്നു താഴെ താണു തൊഴുതപേക്ഷിച്ച മനോഗത കൂടെ വിടകൊള്ളുവതിനടിയനു ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായെങ്കിൽ ഏണാംഗബിംബാനനാ ജഗദീപതേ നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സിൽ സന്തോഷേണ രാഘവനേവമരുൾ ചെയ്തു സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിനൻ ചിത്തവിഷാദമൊഴിഞ്ഞു വാണിയിടു നീ സത്യവിരോധം വരാരാപഭാഷിതം ഇത്തരമോരോ വിധമരുളി ചെയ്തു ചിത്തമോദേന കാടാശ്രേഷവും ചെയ്തു ഭക്തനെ പോകയെന്നയച്ചു രഘുത്തമൻ ഭക്ത നമസ്കരിച്ചഞ്ജലിയും ചെയ്തു മന്ദമന്തം തോണിമേലെ കുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിന ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹിതനോടുകൂടവേ രാഘവൻ സോദരനോടു ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്വാസുവേന വസിച്ചിതു പാദപാമൂലേ ദരാഢ്യതൽപസ്ഥലെ മാർത്താണ്ഡദേവനുദിച്ചോരനന്തരം പാർത്ഥിവേനർഘ്യാദി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തപോധനൻ തന്നാശ്രമപദത്തിനടുത്താതര ചിത്തമോദത്തോടിരുന്നോരു നേരത്തു തത്ര കാണായിത് രൂപടു തന്നെയും അപ്പോൾ അവരോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനൊണ്ടുരൻ ഭാവിനിയോടും മനുജനോടും വന്നു കാത്തിരിക്കുന്നത് ഉടജാതികയെന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപസ ശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്ന ഭോഗ സന്തോഷമോട് ചൊല്ലിയിടിന ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാശ്രുത വത്സല കാത്തിരുന്നിടുന്നു ഭരദ്വാജനിത്തം സമുദ്ധായ ഹസ്തേ സമാഗായ ഭാഗ്യവാദ്യാദിയം ഗത്വാരിഭൂതമാ സന്നിധോ സത്വരം തത്തൈവ പൂജയിത്വാ സകലക്ഷണം ദൃഷ്ട്വാരമാവരം രാമം ദയാവരം ദൃഷ്ട്വാ പരമാനന്ദഭക്തോ മുഴുവിന ദാശരഥിയും ഭരദ്വാജപാദങ്ങളാച്ചു വണങ്ങിന കാര്യാനുരാന്വിതം ശിവജനപൂർവം മുനി കുംഭവേനാശയാനന്ദമിയെന്നരുളേ ചെയ്തോ പാദരജസാപവിത്രമാക്കിയിടു നീ ദേവതാത്മകാമമ പർണശാലമാമിമം പർണശാലാമിമാം യുക്തമുക്തോടജാമനീയ സീതയാ സത്യസ്വരൂപം സദാനുജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധനം ശ്രേഷ്ഠനരുൾ ചെയ്തു നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു താപസാവല്യമൊക്കവേ ജ്ഞാനം മായാതാം രഘുപതി ഭൂതമാകാമികമ്പ കരുണാതിനെ ജ്ഞാനവിജ്ഞേ പരമാത്മാഭവാൻ കാര്യപാനുഷനായിതു മായയാ ഭൂതനെ ബ്രഹ്മണ പണ്ടു സംപ്രാപ്തിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ജ്ഞാനറിഞ്ഞീടിനേനറിഞ്ഞോ ജ്ഞാനദൃഷ്ട്യാതപധ്യാനീകജാതയ ജ്ഞാനമൂർത്തെ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാനായേനഹം ശ്രീപതി രാഘവൻ വന്നിച്ചു സാദരം താപസ ശ്രേഷ്ഠനോടേവമരുൾ ചെയ്തു ശത്രബന്ധുക്കളായുള്ളോരു ഞങ്ങളെ ചിത്തമോദത്തോടനുഗ്രഹിക്കണമേ ഇത്തമന്യോന്യമാ ഭാഷണവും ചെയ്തു തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി വാൽമീകിയാശ്രമപ്രവേശം ഉദാനവും ചെയ്തു ശശിമുനിവര പുത്രരായുള്ള കുമാരന്മാരുമായി ഉത്തമമായ കാലം ചെയ്തതിയെയും താപസാധിഷ്ഠമാക്കേണ പോയി
ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു ദൂരവാൻ തത്ര വാർത്തേകിതന്നാശ്രമം കമല നാനാമുനികുല സങ്കുലം കേവല നാനാമൃഗാദിരാഗണം മനോഹര ഉത്തമം വൃക്ഷാലതാ പരിശോഭിതം നിത്യകുസുമ ഫലതര സംയുതം തത്ര ഗത്വാ സമാസീനം മുനികുല സപ്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനം രാമം രമാവരം വീരം മനോഹരം കോവളം ചാവളം കാവതം മോഹനം കന്ദർവസുന്ദരം ഇന്ദി പരേഷണ ഇന്ദ്രാദിവൃന്ദൈരൈ വൃന്ദാരകൈരഭിവന്ദിതം ബാണകോണീരടലോചനം ദൃഷ്ടവസ്ത്രാണ ത്രിഗുണം ജടാമൗലോചനം ജാനകീദർശനോ വേദം രഘുത്തമം മാനവേന്ദ്രം കണ്ടു വാൽമീകിയും തക സന്തോഷവാൽപാകുലക്ഷനായ രാഘവൻ വന്ദിരുമേനി ഗാഠം ഗുണമേനിനാൽ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷ സാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തി പൂണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനോ സാദര കപ്പമധുര മധുഫല മോദങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത ഭുക്വാ പരിശ്രമം തീർക്കൂര്യഭൂവരൻ നത്വാ മുനീവരൻ തന്നോടരുൾ ചെയ്തു കാകാജ്ഞയാവനത്തിനു പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഏതുപോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാം ഭവകാമറിയാമല്ലോ യാതൊരിടത്തു സുഖേന വസിക്കാവും സീതയോടും കൂടി എന്നരുൾ ചെയ്യണം ഇതിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ പെരികയുണ്ടാച്ച മഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരാ ഇരിക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തിവണ്ണവരോട് ചെയ്തു സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലത്താം ഇങ്ങനെ സാധാരണം നിവാസ സ്ഥലം അങ്ങനെയാകയാലെന്തു ചൊല്ലാവത് സീതാസഹിതനായി വാഴുവാൻ എന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരം ആംഗ്യാവിശേഷേണ ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമസൃഷ്ടികളായ ബഹു ജന്തുക്കളിൽ ദേശഹീനാമതികളായി ശാന്തരായി നിന്നെ വഹിപ്പവാ നമ്മുടെ സാന്തം നിനക്കോ സുഖവാസമന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്താഭവാനെ ഭരിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിലും നേടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിഷ്പൃകരായി നിരീകരായി തന്മന്ത്രജപാകാരായുള്ള മാനുഷ നന്മനാഭങ്കരം ദേ സുഖമന്ദിര ശാന്തന്മാരായ നിരഹങ്കാരികളുമായി ശാന്തരാഗദേശമാനസന്മാരുമായി ലോഷ്ടാസ്മകാഞ്ചല തുല്യവതികള ശ്രേഷ്ഠവതികൾ മനസ്തവ മന്ദിര നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്ങളെ ദത്തമായോരോ മനസ്സോടും സന്തുഷ്ടരായി വരുന്നവർ മാനസം സന്നദ്ധേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടു ഇഷ്ടതവാഷ്ടയേതരാപതിക്കനുതാപവുമില്ല സർവവും മായേഷു നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവാസായ മന്ദിരം ഷഡ്ഭാവഭേദവികാരങ്ങളൊക്കെയും ഉൾപ്പുവിലോക്കിലോ ദേഹത്തിനേയുള്ളൂ ശത്രുഭയ സുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിലാത്മാവിന്നേതും ചിത്തമുറപ്പിച്ചു ഭരിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ ഭവന്തം ചിരം ചിദഗ്നം വേദസ്വരൂപവനന്തമേകം സത്ര വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം ആദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താഹാരം സർവഗതം പരമാത്മനാലേവകം വാസുദേവം വരദം വരേണ്യം ജഗദാസിനാത്മനാം കാണുന്നതും സദാ തത്സചിത്തേ ജനകാത്മജയാ സമം നിസംശയം വസിച്ചിടുക ശ്രീപദേ സന്തതാഭ്യാസൃഢീകൃത ചേതസാം സന്തതം തത്പാദസേവാരതാത്മന സന്തതം തന്നവാ മന്ത്രാജപസുചി സന്തോഷ ചേതസാ ഭക്തി ദ്രവാത്മന
സന്തോഷചേതസാമർപ്പീതവാത്മന അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താവണയേ ദയാപാരിതേ ഹരേ രാമ 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 ഹരേ ഹരേ. വാൽമീകിയുടെ ആത്മാവ്